ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. 1 ഇയർ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് 12th വീക്കിലാണല്ലേ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ 12th വീക്കിൽ നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ആദ്യം നോക്കാം. കനാൽ, അതേപോലെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്, റിവർ ഗേജിംഗ്, ഫ്ലഡ് ഡിസ്ചാർജിംഗ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ടൈപ്സ് ഓഫ് കനാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ റിവർ, സ്റ്റേജസ് ഓഫ് റിവർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടിട്ട് വരിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കോമ്പണൻസ് ആണ്. അപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കോമ്പണൻസ് ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് ആദ്യം നോക്കാം. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് വെച്ചാൽ റിവറിലുള്ള വെള്ളം കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യണ്ടേ, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് സ്ട്രക്ചേഴ്സിനെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് പഠിക്കുന്ന സമയത്ത് ഒരു റെഫറൻസ് ഫിഗർ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇതാണ് നമ്മുടെ റെഫറൻസ് ഫിഗർ. കോമ്പണന്റ് പാർട്സ് ഒക്കെയുള്ള റെഫറൻസ് ഫിഗർ ആണിത്. ആദ്യം നമുക്ക് ഇതിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്താലോ. ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കോമ്പണൻസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഉള്ളത് വിയർ ഓർ ബാരേജ് ഉണ്ടാവും. സെക്കൻഡ് ഡിവൈഡ് വാൾ ഉണ്ടാവും. തേർഡ് അണ്ടർ സ്ലൂയിസ്, അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസിന് വേറൊരു പേര് കൂടി ഉണ്ട്, സ്കോറിംഗ് സ്ലൂയിസ് ഉണ്ടാവും. അണ്ടർ സ്ലൂയിസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസ് ഉണ്ടാവും. ഫിഷ് ലേഡർ ഉണ്ടാവും. സിൽട്ട് എക്സ്ക്ലൂഡർ ഉണ്ട്, സിൽട്ട് എക്സ്ക്ലൂഡർ. ഹെഡ് റെഗുലേറ്റർ, മാർജിനൽ ബണ്ട് ഓർ ഗൈഡ് ബാങ്ക്. ഇതൊക്കെയാണ് കോമ്പണന്റ് പാർട്സ്. ഇനി നമുക്ക് ഓരോ കോമ്പണന്റ് പാർട്ടും എന്തിനാണ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഗൈഡ് ബാങ്കിലേക്ക് വരാം. ഇവിടെ കണ്ടോ, ഗൈഡ് ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് സ്ട്രക്ചർ? ഇതാണ് ഒരു ഗൈഡ് ബാങ്ക്. ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് ഗൈഡ് ബാങ്ക്. ഗൈഡ് ബാങ്കും അതേപോലെ മാർജിനൽ ബണ്ടും ഒരുമിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് ഗൈഡ് ബാങ്ക് കൊടുക്കുന്നത്? നമ്മുടെ റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. പേരെന്താണ്? ഗൈഡ് ബാങ്ക് എന്നാണ്. അപ്പോൾ റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡ് ബാങ്ക്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതുകൊണ്ട് വേറൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ റിവറിന്റെ ഓവർഫ്ലോ. നമ്മളിങ്ങനെ സ്ട്രക്ചേഴ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് അപ്സ്ട്രീം സൈഡ് വിയറിന് വെച്ച് നോക്കുമ്പോൾ റിവറിന് ഒരു അപ്സ്ട്രീം സൈഡ് ഉണ്ടാവും. ഈ അപ്സ്ട്രീം സൈഡിൽ വെള്ളമൊക്കെ റൈസ് ചെയ്യും. ഈ റൈസ് ചെയ്ത വെള്ളത്തിന്റെ ഓവർഫ്ലോ തടുക്കാനും ഈ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ബാങ്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗൈഡ് ബാങ്കിനെ പറ്റിയാണ്. ഗൈഡ് ബാങ്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഗൈഡ്സ് റിവർ. ഇനി വേറൊരു ഫംഗ്ഷൻ പറഞ്ഞു, ഇറ്റ് അവോയ്ഡ് ഓവർഫ്ലോ ഓഫ് റിവർ. ഇനി അതിന്റെ ഷേപ്പ് ഏത് രീതിയിലുള്ളത്? നിങ്ങൾ ഫിഗർ നോക്കിയേ, കേർവ്ഡ് ആയിട്ടല്ലേ ഷേപ്പ് ഉള്ളത്? കേർവ്ഡ് ആയിട്ടാണ് ഇതിന്റെ ഷേപ്പ് ഉള്ളത്. ഇനി നമ്മൾ റിവറിനെ വെച്ച് നോക്കുമ്പോൾ റിവറിന്റെ രണ്ട് സൈഡിലും ഗൈഡ് ബാങ്ക്സ് കൊടുത്തിട്ടില്ലേ? റിവറിന്റെ രണ്ട് സൈഡിലും കേർവ്ഡ് ആയിട്ടാണ് നമ്മൾ ഗൈഡ് ബാങ്ക്സ് കൊടുക്കാറ്. അപ്പൊ എന്തൊക്കെ പറയാം? കേർവ്ഡ് ഷേപ്പ് ആണ്. അതേപോലെ തന്നെ provided at both sides of river എന്ന് പറയാം. ഇനി ഗൈഡ് ബാങ്കിനോടൊപ്പം വരുന്ന ഒരാളാണ്, നമ്മുടെ ഫിഗർ നോക്കുകയാണെങ്കിൽ മാർജിനൽ ബണ്ട്. ഈ ഗൈഡ് ബാങ്കിനെ ഞാൻ മായ്ച്ചു കളയാൻ പോവുകയാണ്. അടുത്തത് മാർജിനൽ ബണ്ടാണ്. ഇതാണ് മാർജിനൽ ബണ്ട്. എന്തിനാണ് മാർജിനൽ ബണ്ട് കൊടുക്കുന്നത്? നമ്മളെ റിവറിന് ചുറ്റുമുള്ള ഏരിയാസ് സബ്മേർജൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മാർജിനൽ ബണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ ബണ്ട് കൊടുക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്ട്രക്ചറായ മാർജിനൽ ബണ്ട് കൊടുക്കുന്നത്. അപ്പോൾ മാർജിനൽ ബണ്ടിന്റെ ഉദ്ദേശം എന്താണ്? പ്രൊട്ടക്ട് ചെയ്യുക, ടു പ്രൊട്ടക്ട് the surrounding area from submergence. കാരണം വെള്ളത്തിൻ്റെ ലെവൽ റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും സബ്മേർജൻസിനൊക്കെയുള്ള ചാൻസസ് ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാർജിനൽ ബണ്ട് കൊടുക്കുന്നത്. മൂന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് വിയർ അല്ലെങ്കിൽ ബാരേജ് ആണ്. വിയർ കൊടുക്കാം അല്ലെങ്കിൽ ബാരേജ് കൊടുക്കാം. എന്താണ് വിയർ? ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിയർ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നോക്കിയേ,
നമ്മൾ റിവർ ഫ്ലോ ഇങ്ങനെയാണ്. ഈ റിവർ ഫ്ലോ ഇതാണ് റിവർ ഫ്ലോ. റിവർ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വിയർ കൊടുത്തിരിക്കുന്നത്. വിയർ കൊടുക്കാം അല്ലെങ്കിൽ ബാരേജ് കൊടുക്കാം. എന്താണ് വിയറും ബാരേജും തമ്മിലുള്ള വ്യത്യാസം? വിയർ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് വിയർ. എന്നാൽ ബാരേജോ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ബാരേജ് ചെയ്യുന്നത്, പക്ഷേ അവ ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗേറ്റ് വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിൽക്കുന്നത്? വിയർ അല്ലെങ്കിൽ ബാരേജ് ആണ്. ഒരു വിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഡെഫിനിഷൻ തന്നെയാണ്, ഒന്നുകൂടെ എഴുതാണ്. വിയർ ഈസ് എ സോളിഡ് ഒബ്സ്ട്രക്ഷൻ. വിയർ ഈസ് എ സോളിഡ് ഒബ്സ്ട്രക്ഷൻ അക്രോസ് റിവർ which rises water level at upstream side. ഇനി അടുത്തത് വിയർ അല്ലെങ്കിൽ ബാരേജ് നമുക്ക് കൊടുക്കാം. ബാരേജും വിയറും സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഷട്ടേഴ്സ് ഓർ ഗേറ്റ്സ്. ഷട്ടേഴ്സ് ഓർ ഗേറ്റ്സ്, ഷട്ടർ അല്ലെങ്കിൽ ഗേറ്റ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാരേജ് എന്ന് പറയാം. ഇനി അടുത്തൊരു കോമ്പണന്റ് എന്ന് പറയുന്നത് ഡിവൈഡ് വാൾ ആണ്. അടുത്ത കോമ്പണന്റ് ഡിവൈഡ് വാൾ ആണ്. ഡിവൈഡ് വാൾ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫിഗറിലേക്ക് വരികയാണ്. ഏതാണ് ഒരു ഡിവൈഡ് വാള്? ഈ ഒരു റെഡ് കളറിൽ ഞാൻ വരയ്ക്കുന്നതാണ് ഡിവൈഡ് വാള്. ഡിവൈഡ് വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഏതിനെ രണ്ടിനെയാണ് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്? വിയറിനെയും സ്കോറിംഗ് സ്ലൂയിസ് ഉണ്ട് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസ് ഉണ്ട്. വിയറിനെയും സ്കോറിംഗ് സ്ലൂയിസിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സ്ട്രക്ചറാണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. ഇനി ഡിവൈഡ് വാളിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? റിവറിന്റെ ഫ്ലോ ഇങ്ങനെയാണ്. റിവർ ഫ്ലോയ്ക്ക് പാരലും വിയറിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലറും ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആണ്, പക്ഷേ വിയറിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ എന്തൊക്കെ നമുക്കിതിൽ പറയാം? ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ അല്ലേ? അതൊരു കോൺക്രീറ്റ് അല്ലെങ്കിൽ മാസൺറി സ്ട്രക്ചർ ആവാം. കോൺക്രീറ്റ് അല്ലെങ്കിൽ മാസൺറി സ്ട്രക്ചർ ആവാം. കോൺക്രീറ്റ് അല്ലെങ്കിൽ മാസൺറി സ്ട്രക്ചർ ആവാം. ഡയറക്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. പാരലൽ ടു റിവർ ഫ്ലോ ആണ് നമ്മൾ കൊടുക്കാറ് ഇതിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ആക്സിസ് ഓഫ് വിയർ എന്ന് പറയാം. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സെപ്പറേറ്റ്സ് നമ്മുടെ അണ്ടർ സ്ലൂയിസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസ് എന്താണെന്ന് ഇനി നമ്മൾ പറയും കേട്ടോ. ഇറ്റ് സെപ്പറേറ്റ്സ് സ്കോറിംഗ് സ്ലൂയിസ് ഓർ അണ്ടർ സ്ലൂയിസ്. സ്കോറിംഗ് സ്ലൂയിസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസിൻ്റെ വേറൊരു പേരാണ് അണ്ടർ സ്ലൂയിസ്. സ്കോറിംഗ് സ്ലൂയിസ് ഓർ അണ്ടർ സ്ലൂയിസ് ആൻഡ് വിയറും സ്കോറിംഗ് സ്ലൂയിസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാസണറി സ്ട്രക്ചർ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ടും വിയറിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് വാൾ കൊടുക്കാറ്. ഇനി നമ്മളിത് പറഞ്ഞപ്പോൾ ഒരു സ്കോറിംഗ് സ്ലൂയിസിനെ പറ്റി പറഞ്ഞു. അടുത്തത് നമുക്ക് സ്കോറിംഗ് സ്ലൂയിസ് എന്താണെന്ന് നോക്കാം. സ്കോറിംഗ് സ്ലൂയിസ് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസ്. സ്കോറിംഗ് സ്ലൂയിസ് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ റിവർ എടുക്കുകയാണെങ്കിൽ റിവറിൽ നിന്ന് നമ്മളിവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോർഷനിലൊക്കെ സിൽറ്റ് വന്ന് അടിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? സിൽറ്റ് വന്ന് അടിയാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ അപ്സ്ട്രീം സൈഡിൽ സിൽറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്സ്ട്രീം സൈഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സിൽറ്റ് ഇവിടെ കുറച്ച് ഗേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ സ്കോറിംഗ് സ്ലൂയിസിന് കുറേ ഗേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഗേറ്റ്സിൽ ഓപ്പണിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഗേറ്റ്സ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സിൽറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, സ്കോറിംഗ് സ്ലൂയിസിൻ്റെ ഫംഗ്ഷൻ. അപ്സ്ട്രീം സൈഡിൽ തങ്ങി നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞിരിക്കുന്ന സിൽറ്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ സ്ലൂയിസ് കൊടുക്കുന്നത്. അപ്പോൾ അണ്ടർ സ്ലൂയിസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സിൽറ്റിനെ കളയുക എന്നുള്ളതാണ്, കെട്ടി നിൽക്കുന്ന സിൽറ്റിനെ കളയുക എന്നുള്ളതാണ്. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ കുറേ ഗേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഗേറ്റ്സ് വഴിയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ പറയാം ഇതിൽ? സിൽറ്റ് ഡിപ്പോസിറ്റഡ് അറ്റ് അപ്സ്ട്രീം സൈഡ് ഓഫ് സ്കോറിംഗ് സ്ലൂയിസ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗേറ്റ്സ്. നോർമലി ഗേറ്റ്സ് ഒക്കെ
ക്ലോസ്ഡ് ആയിരിക്കും. നോർമലി ഗേറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ ഈ സിൽറ്റിന്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ സിൽറ്റ് റിമൂവ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഈ ഗേറ്റ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് സിൽറ്റ് റിമൂവ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന ഒരു മെക്കാനിസം. അടുത്ത ആളെന്ന് വെച്ചാൽ ഫിഷ് ലാഡർ ആണ്. ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഫിഷ് ലാഡർ കുറേ ബാഫിൾ വാൾസ് ഉണ്ടാവും. ഈ ഒരു ഷേപ്പിലാണ് ഫിഷ് ലാഡർ ഉണ്ടാവുക. ഈ ഒരു കുഞ്ഞു ഡിവൈഡ് വാളിനെ അല്ലെങ്കിൽ കുഞ്ഞു വാളിനെ നമ്മൾ ബാഫിൾ വാൾസ് എന്നാണ് പറയുക കേട്ടോ. ഈ ബാഫിൾ വാൾസ് എന്തിനാ കൊടുക്കണതെന്ന് പറയാം. അതിന് മുന്നേ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഡിവൈഡ് വാള്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിവൈഡ് വാള് ഇങ്ങനെയാണ് കൊടുക്കുക. ഡിവൈഡ് വാൾ അല്ല, ഫിഷ് ലാഡർ ആണ്. ഡിവൈഡ് വാൾ അല്ല, ഫിഷ് ലാഡർ ആണ്. ഡിവൈഡ് വാളിനൊപ്പം ഉള്ളതാണ് ഫിഷ് ലാഡർ. അപ്പോൾ ഫിഷ് ലാഡർ, അതിന്റെ പേരിലൊരു ഫിഷ് ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഫിഷ് ലാഡറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫിഷിന്റെ മൈഗ്രേഷൻ ഉണ്ടാവും. റിവറിന്റെ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്കും തിരിച്ചും നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് ഫിഷ് മൂവ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുന്നത്, അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വിന്റർ സീസണിൽ മൂവ് ചെയ്യും. അതേപോലെ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് മൺസൂൺ സീസണിൽ മൂവ് ചെയ്യും. ഓക്കെ, രണ്ട് ഡയറക്ഷനിൽ ഫിഷ് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് വാട്ടർ കുറവായിരിക്കണം. അങ്ങനെ വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് വാട്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാഫിൾ വാൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്യുമ്പം ഒരുപാട് പാത്ത് മൂവ് ചെയ്യാറുണ്ടല്ലോ. ലെങ്ത് ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ വെള്ളത്തിന് ഫ്ലോ ചെയ്യാനുള്ള പാത്ത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വെലോസിറ്റി കുറച്ചിട്ട് വെള്ളത്തിന്റെ വെലോസിറ്റി കുറയുമ്പോൾ ഫിഷിന് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിഷ് ലാഡർ. അപ്പോൾ ഇതിൽ ബാഫിൾ വാൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെലോസിറ്റി ലിമിറ്റ് ചെയ്യുന്നത് ഒരു 3 to 3.5 മീറ്റർ പെർ സെക്കൻഡ് വരെ നമ്മൾ ഇതിൽ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. വിന്റർ സീസണിൽ ഏതൊക്കെ സീസണിലാണ് മൂവ്മെന്റ് എന്ന് നോക്കാം. വിന്റർ സീസണിൽ ഫിഷ് മൂവ് ചെയ്യുന്നത് അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്കാണ്. അതേപോലെ മൺസൂൺ സീസൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻ ഓഫ് ഫിഷ് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിഷ് ലാഡർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വാട്ടർ വെലോസിറ്റി ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്ടർ വെലോസിറ്റി limited to 3 to 3.5 meter per second using baffle valves. ഓക്കെ, വാട്ടർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷ് ലാഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈ സ്പീഡിലാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഫിഷിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഫിഷൊക്കെ മൂവ്മെന്റ് പോസിബിൾ ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 7th വൺ എന്ന് പറഞ്ഞാൽ സിൽറ്റ് എക്സ്ക്ലൂഡിങ് ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ക്ലൂഡിങ് ഡിവൈസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സിൽറ്റ് എക്സ്ക്ലൂഡിങ് ഡിവൈസസ് രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഫസ്റ്റ് വൺ സിൽറ്റ് എക്സ്ക്ലൂഡർ ഉണ്ട്. ഇത് എക്സാമിന് എല്ലാവർക്കും മാറിപ്പോകുന്നൊരു സെറ്റാണ്. സിൽറ്റ് എക്സ്ക്ലൂഡർ ഉണ്ട്, അതേപോലെ തന്നെ സിൽറ്റ് ഇജക്ടറും ഉണ്ട്. സിൽറ്റ് ഇജക്ടർ അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്ടർ എന്നും പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് അറിഞ്ഞു വെക്കേണ്ടത്. സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ കനാലിലേക്ക് സിൽറ്റ് എൻട്രി ചെയ്യുന്നത് തടയുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന സിൽറ്റ് എക്സ്ക്ലൂഡർ. കനാലിലേക്ക് സിൽറ്റ് വരാതിരിക്കുക. അപ്പോൾ കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? അതായത് കനാലിന്റെ എൻട്രിയുടെ തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിൽറ്റ് എക്സ്ക്ലൂഡർ കൊടുക്കാറുള്ളത്. എക്സ്ക്ലൂഡ് ചെയ്യുക, കനാലിലേക്ക് എൻട്രി എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എങ്ങനെ പറയാം? പ്രിവെന്റ് എൻട്രി ഓഫ് സിൽറ്റ് into canal provided at entry of canal. ഇനി സിൽറ്റ് ഇജക്ടർ അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കനാലിലേക്ക് എത്ര സിൽറ്റ് കയറാതെ എക്സ്ക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാലും കുറച്ച് പോർഷൻ സിൽറ്റൊക്കെ എന്തായാലും കയറില്ലേ? സിൽറ്റ് എക്സ്ക്ലൂഡർ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്താലും കുറച്ച് സിൽറ്റ് എന്തായാലും കനാലിലേക്ക് കയറും. അങ്ങനെ കനാലിലേക്ക് കയറിയിരിക്കുന്ന സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൽറ്റ് ഇജക്ടർ അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്ടർ നമ്മൾ ഉപയോഗിക്കുക. ഇനി അപ്പോൾ അത് എവിടെയായിരിക്കും കൊടുക്കുക? കനാൽ സ്റ്റാർട്ട് ചെയ്ത്, അതായത് കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ സിൽറ്റ് ഇജക്ടർ കൊടുക്കാറുള്ളത്. കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സിൽറ്റ് ഇജക്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പം എങ്ങനെ പറയാം?
It removes silt entered into canal, provided a few distance away from canal starting. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം? സിൽട്ട് എക്സ്ക്ലൂഡർ ആണെങ്കിൽ കനാലിലേക്ക് കയറുന്നത് തന്നെ തടുക്കും. അപ്പോൾ കനാലിൻ്റെ സ്റ്റാർട്ടിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സിൽട്ട് എക്സ്ക്ലൂഡർ കൊടുക്കേണ്ടി വരും. ഇനി സിൽട്ട് ഇജക്ടർ അല്ലെങ്കിൽ സിൽട്ട് എക്സ്ട്രാക്ടറിൻ്റെ പ്രത്യേകത കനാലിലേക്ക് കയറിയിരിക്കുന്ന സിൽട്ടിനെ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ കനാലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? സിൽട്ട് ഇജക്ടർ കൊടുക്കുക. അപ്പോൾ 2 സിൽട്ട് എക്സ്ക്ലൂഡിങ് ഡിവൈസസ് ആയി. ഇനി ഫൈനൽ ആയിട്ട് വരുന്ന ആൾ അല്ലെങ്കിൽ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത്, ഫൈനൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഹെഡ് റെഗുലേറ്റർ ആണ്. ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനാലിലേക്ക്, ഇപ്പം നമ്മളിവിടെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വാട്ടർ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഹെഡ് റെഗുലേറ്റർ കണ്ടോ, കനാലിലേക്ക് വെള്ളം എൻ്റർ ചെയ്യുന്നിടത്താണ് ഹെഡ് റെഗുലേറ്റർ കൊടുക്കാറുള്ളത്. അവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്സ്ട്രീം സൈഡിൽ വെള്ളം റൈസ് ആയിട്ടുണ്ട്. അപ്സ്ട്രീം സൈഡിൽ റിവറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ വിയറൊക്കെ കൊടുത്തിരിക്കുന്ന പോർഷൻ്റെ അപ്സ്ട്രീം സൈഡിൽ വെള്ളം റൈസ് ആയിട്ടുണ്ട്. ആ റൈസ് ആയിട്ടുള്ള വെള്ളം അങ്ങനെ കനാലിലേക്ക് വരികയാണെങ്കിൽ നന്നായിരിക്കുമോ? നമുക്ക് ആവശ്യത്തിലധികം വെള്ളമൊക്കെ കനാലിലേക്ക് എത്തിപ്പോവില്ലേ? അങ്ങനെ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് റെഗുലേറ്റേഴ്സ് കൊടുക്കുന്നത്. അതായത് അപ്സ്ട്രീമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ, കനാലിലേക്കുള്ള ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഹെഡ് റെഗുലേറ്റർ. റിവറിൽ നിന്ന് അല്ലെങ്കിൽ റിവറിൽ നിന്ന് കനാലിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് റെഗുലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് regulates the flow into canal. കനാലിലേക്കുള്ള ഫ്ലോ ഓഫ് വാട്ടർ ഇൻറ്റു കനാൽ. ഇനി ഈ ഒരു ഹെഡ് റെഗുലേറ്റേഴ്സിന് ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഗേറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതേപോലെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത്. ഗേറ്റ്സ് ആർ പ്രൊവൈഡഡ്. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിയറുമായിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അല്ലെങ്കിൽ എത്ര ആംഗിളിലാണ് വിയറുമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് റെഗുലേറ്റർ വെക്കേണ്ടതെന്നാണ്. 90 to 110 ആണ് ആംഗിൾ. 90 ഡിഗ്രി മുതൽ 110 ഡിഗ്രി വരെ ആവാം. അപ്പം എങ്ങനെ പറയാം? പ്ലേസ്ഡ് 90 ഡിഗ്രി to 110 ഡിഗ്രി ടു വിയറിന് 90 to 110 ഡിഗ്രി ആംഗിളിലായിരിക്കണം നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മോസ്റ്റ്ലി പ്രിഫേർഡ് ആംഗിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 110 ഡിഗ്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ എക്സാമിന് ആംഗിൾ ചോദിച്ചാൽ ഒരു റേഞ്ച് ആണെങ്കിൽ 90 to 110 എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഒറ്റ ആൻസർ അല്ലെങ്കിൽ മോസ്റ്റ്ലി പ്രിഫേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ 110 ഡിഗ്രി എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോമ്പണൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. ഇനി നമുക്ക് പറയാനുള്ളത്, എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. കാരണം A-level എക്സാംസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ കലണ്ടറിൽ ഹാർബർ എയുടെ എക്സാം ഉണ്ട്. ഇനി വൈകാതെ തന്നെ LSCD AE എക്സാമും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പുതിയൊരു ഓൺലൈൻ ബാച്ച് സൈലം ടെക്നിക്കലിൽ ആരംഭിക്കുന്നുണ്ട് മെയ് 1-ന്. അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരാണെങ്കിലും അതേപോലെ പഠിച്ചിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഒരുപാട് എക്സാംസും അതേപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സൈലം ടെക്നിക്കലിനോടുകൂടി എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. 1 year സ്റ്റഡി പ്ലാനിൻ്റെ എക്സാം 27th ഉണ്ടാവും, അതായത് സാറ്റർഡേ. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തതിന് ശേഷം എക്സാം എഴുതുക. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു ഓൾ.